ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നൈറ്റി ബിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു മാക്സി ഡ്രസ്സ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഫ്രില്ലൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഒരു നൈറ്റി ബിറ്റ് കൊണ്ട് എങ്ങനെ ചെയ്യാമെന്നല്ലേ. ഒരു നൈറ്റി ബിറ്റല്ല, ഒരേപോലെ 2 നൈറ്റി ബിറ്റ്. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മൾ ജയ്പൂർ കോട്ടൺ പോലൊക്കെ ഉള്ള മെറ്റീരിയൽ ആകുമ്പോൾ കുറച്ചൊരു നിഴലിക്കുന്ന പ്രശ്നം ഉണ്ടാവും. കട്ടി കുറവാണല്ലോ. നൈറ്റി ആകുമ്പോൾ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയുള്ളതും ആക്കണമല്ലോ. നൈറ്റി ബിറ്റ് തന്നെ ആകുമ്പോൾ 2 ഒരേപോലുള്ളത് എടുത്തിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്. കുറേ ആളുകൾ ഈ ഫ്രില്ലുള്ളതിന് എത്ര ലെങ്ത്ത് വിടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. മെഷർമെൻറ്റിൻ്റെ കാര്യത്തിൽ സംശയമുള്ള കുറേ ആളുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറയട്ടെ, നമുക്ക് വാട്സപ്പ് ക്ലാസ് ഉണ്ട് കേട്ടോ. ബേസിക് മുതൽ പഠിപ്പിക്കുന്നതാണ്. ഒട്ടും അറിയാത്തത്, അതായത് വെറുതെ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ മാത്രം അറിയുന്നവർക്ക് തന്നെ ചേർന്നാൽ സ്വന്തമായിട്ടെല്ലാം പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞു. ഇനി അടുത്ത ബാച്ച് മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ഫ്രില്ലൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 നൈറ്റി ബിറ്റിന് എന്ന് പറയുമ്പോൾ നമുക്കൊരു 160 രൂപയൊക്കെ ഒരു നൈറ്റി ബിറ്റിന് വരുള്ളൂ. അപ്പോൾ 300-320 രൂപയിൽ ഒരു മാക്സി ഡ്രസ്സ് ആക്കാം. അത് പുറത്തേക്ക് യൂസ് ചെയ്യുന്ന വിധത്തിൽ ചെയ്യാവുന്ന ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇത് 2 നൈറ്റി ബിറ്റ്, ഒരേപോലെ നൈറ്റി ബിറ്റ്. ഇത് ഞാൻ വർദ്ധമാൻ്റെ നൈറ്റി ബിറ്റാണ്. ഓൺലൈനായിട്ട് കുറച്ച് മുന്നേ വാങ്ങിയതായിരുന്നു. അന്ന് എനിക്ക് ഒരു പീസിന് 160 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പം മൊത്തം ഇതിന് ചിലവ് വന്നിട്ടുള്ള 320 രൂപ കേട്ടോ. ഇത് വീട്ടിൽ യൂസ് ചെയ്യുന്നൊരു നൈറ്റി ആക്കിയിട്ട് അങ്ങനെ യൂസ് ചെയ്യില്ല. പുറത്തേക്ക് അത്യാവശ്യമൊക്കെ പുറത്തേക്കൊക്കെ യൂസ് ചെയ്യും. വേനൽക്കാലല്ലേ വരുന്നത്. അപ്പോൾ പർദ്ദയൊക്കെ ഇടുന്നവർക്ക് പർദ്ദക്ക് പകരമായിട്ട് ഇങ്ങനെ തയ്ച്ചിട്ടാൽ മതി. കൈ കുറച്ചും കൂടിയൊക്കെ ലെങ്ത്ത് കൂട്ടിയാൽ മതി. ഞാനിത് വീട്ടിലിടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിന് മെഷർമെൻറ്റ് പറയാം. അപ്പോൾ എനിക്ക് വേണ്ട ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 56 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണം. പിന്നെ ഫ്രില്ലിന് വേണ്ടിയിട്ട് ഞാൻ 10 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ 56 നിന്ന് ഫ്രില്ലിൻ്റെ 10 ഇഞ്ച് കുറച്ചാൽ 46 കിട്ടും. 46ൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഞാൻ 3 നൈറ്റി ബിറ്റ് 3 മീറ്റർ ആണല്ലേ. ഇതിൻ്റെ വീതി വരുന്നത് 34.5 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. 34.5 ഉണ്ടാവും. 34.5 വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായി. താഴെന്ന് മേലോട്ടേക്ക് നമ്മൾ ഈ ഫ്രില്ല് കഴിഞ്ഞ് മുമ്പുള്ള മേലത്തെ പീസില്ലേ, അതിൻ്റെ 48 ഇഞ്ച് തയ്യൽ തുമ്പടക്കം ഉള്ള 48 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി. എന്നിട്ടാണ് നെക്ക് വിടുത്ത് ചെസ്റ്റ് റൗണ്ട് ഒക്കെ അടയാളപ്പെടുത്തുന്നത്. കണ്ടില്ലേ? 46ൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് അടിയിട്ടാണ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ 48 ആക്കിയത്. ആ 48 ഇഞ്ചാണ് ഞാൻ ഇപ്പം വരച്ച് വെച്ചത്. അത് എൻ്റെ ബാക്കി അതാ അവിടെ കട്ട് ചെയ്തിട്ട് ചെസ്റ്റ് ഷോൾഡർ ഞാൻ 7 എടുത്തു, ആം ഹോൾ 7 എടുത്തു, ചെസ്റ്റിന് 10 + 2 12 എടുത്തു, വേസ്റ്റിൻ്റെ അവിടെ 9. നൈറ്റി ആയതുകൊണ്ട് കുറച്ച് ലൂസിലാണല്ലോ ഇരിക്കുക. ഈ താഴെ ഒരു 1.5 ഇഞ്ച് കയറ്റി വെട്ടണം. അപ്പോഴാണ് നമ്മുടെ അത് പലരും സംശയം ചോദിക്കുന്നത് അതെന്തിനാ അങ്ങനെ ആക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡ് തൂങ്ങാതിരിക്കാനാണ് കേട്ടോ. നെക്ക് വിടുത്ത് 2.5 എടുത്ത്, ഫ്രണ്ട് നെക്ക് ഞാൻ 5.5, ബാക്ക് നെക്കും 2.5. അപ്പം ഇങ്ങനെ നൈറ്റി പീസ് മടക്കി വെച്ചതുകൊണ്ട് ഫ്രണ്ടും ബാക്കും ഒരേ സമയത്ത് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഈ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നെക്കിന് വെക്കാനുള്ള പീസുകളൊക്കെ ഇവിടെ ഫ്രണ്ട് ബാക്കിനൊക്കെ എടുക്കണല്ലോ, അത് ഈ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗത്ത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം 3 മീറ്റർ തന്നെ ഉണ്ടാവില്ല, 2.90 ഉണ്ടാവുക. അപ്പം ആ ഒരു പീസിൽ ഈ ഒരു ഇതാണ് നമുക്ക് ബാക്കി വന്നിട്ട്. മേലെ ഭാഗത്ത് താഴ്ന്ന് ഇങ്ങോട്ടേക്കല്ല നമ്മൾ 48 എടുത്തത്, അതിൻ്റെ ബാക്കിയുള്ള ഈ ഒരു പീസാണ് ഇതിൽ ബാക്കിയുള്ളത് കേട്ടോ. നമ്മൾ മാറ്റി വെക്കാം. അടുത്ത പീസ് ഉണ്ട് 2 നൈറ്റി ബിറ്റിലുള്ള, അതിൽ അടുത്ത പീസിനെ ആ 3 മീറ്ററിന് നേർപകുതിയാക്കി. അപ്പോൾ 1.5 മീറ്റർ ക്ലോത്തിന് ഞാൻ എന്താക്കി, ഇതിങ്ങനെ 4 ആക്കി മടക്കിയിട്ട് മേലെ നിന്ന് താഴോട്ടേക്ക് 34 ഇഞ്ച് വീതിയില്ലേ ഉള്ള ക്ലോത്തിന് ഇങ്ങനെയാണ് ഞാൻ മടക്കിയത്. അപ്പോൾ 4 ആക്കി ഇങ്ങനെ മടക്കി വെച്ച്, എന്നിട്ട് ഇതിനെ നമുക്ക് ഫ്രില്ലിന് വേണ്ട കറക്റ്റായി കിട്ടി 34.5 ഇഞ്ച് ഇതിന് വീതി ഉള്ളത് കൊണ്ടിട്ട്. അപ്പോൾ 11.5 വീതിയുള്ള 3 പീസാക്കിയിട്ടാണ് ഞാനിപ്പോൾ വരച്ച് വെച്ചത്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ 10 ഇഞ്ചിൻ്റെ ഫ്രില്ല്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പെന്ന് പറഞ്ഞില്ലേ,
ആ 11.5 ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. നൈറ്റി ബിറ്റിന് 34 ഉണ്ടാവാറ്, എന്തോ ഭാഗ്യത്തിന് 34 ഉണ്ടായിട്ടുണ്ട് ഇതിൽ. ചിലത് 33.5 കാണാറുള്ളത്. അപ്പോൾ ഈ 3 പീസും ജോയിൻ ചെയ്ത് ഫ്രില്ലിട്ടിട്ടാണ് നമ്മൾ താഴേക്ക് ഫ്രില്ലിന് കൊടുക്കുന്നത്. അതിൻ്റെ ബാക്കി അപ്പോൾ ആ രണ്ടാമത്തെ നൈറ്റി ബിറ്റിൽ നിന്ന് 1.5 മീറ്റർ പോയിട്ട് ബാക്കിയുള്ളതിൽ നിന്നാണ് ഇപ്പം സ്ലീവിന് എടുക്കുന്നത്. സ്ലീവ് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വിടുത്ത് ഒക്കെ വേണ്ടത് അത് നോക്കി ഞാനിപ്പോൾ കുറച്ചൊരു ലെങ്ത്ത് കൂട്ടിയെടുത്ത്. അതെന്തിനാ അറിയോ, ഞാൻ ഷോൾഡറിൻ്റെ അവിടെ ഒരു 2-3 ഫ്രില്ല് വെറുതെ ഒരു സ്റ്റൈലൊന്ന് മാറ്റി പിടിച്ചു എന്ന് മാത്രം. ഫ്രില്ലില്ലാത്ത ടോപ്സ് ചുരിദാറുകൾ തന്നെയാണല്ലോ നമ്മൾ ഇടാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് ആ 3 ഇഞ്ച് അവിടെ മാത്രം കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് സാധാ സ്ലീവ് വെക്കുന്നത് പോലെ എന്താക്കുക, ഷോൾഡറിൽ വെച്ച് തയ്ച്ചു കൊടുക്കുക. താഴെ ഭാഗം വീതി കുറച്ചിട്ടില്ല, ഞാൻ ഇതിൻ്റെ താഴെ ഭാഗം മടക്കി അടിച്ചിട്ട് അതിലേക്ക് കൂടി എലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് താഴെ ഭാഗത്തിന് വീതി കുറയ്ക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫ്രില്ലിനുള്ള പീസസ് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് ബോഡി പാർട്ട്, ഇത് സ്ലീവ്, ഇത് ഫ്രില്ല്, പിന്നെ പോക്കറ്റ്, നെക്കിൻ്റെ ഉള്ള 2 പീസ്. പോക്കറ്റ് വെക്കുന്നത് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, വീഡിയോ ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്രയും പീസസാണ് വേണ്ടത്. അപ്പം ഞാൻ ഈ ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ നെക്കിൻ്റെ വിടുത്ത് നമ്മൾ അടയാളപ്പെടുത്തിയില്ല, അവിടെ നിന്ന് 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ഒരു ലൈൻ. ഇപ്പം നെക്കിനോട് ചേർന്ന് ഷോൾഡർ പോലെ അല്ല സെയിം പോലെ ഷേപ്പിലൊരു ലൈൻ വരച്ചില്ലേ, അത് 2 ഇഞ്ചിൻ്റെ ഗ്യാപ്പിലാണ് കേട്ടോ കൊടുത്തത്. ഇനി നമ്മൾ ഈ ഫ്രില്ലിനുള്ള പീസുകൾ പിന്നെ നമുക്ക് 2.5 ഇഞ്ചിലോ 2 ഇഞ്ചിലോ ഒക്കെ കൊടുക്കാം. അപ്പം ആദ്യം നെക്കിൻ്റെ പീസ് വെച്ച് തയ്ച്ച് മറിച്ച്, അപ്പോൾ വൃത്തിയായി നെക്ക്. എന്നിട്ട് ഇതിലേക്ക് കൂടി നമ്മൾ ഈ ഫ്രില്ല് കൊടുക്കണം. അത് നമുക്ക് വേണമെങ്കിൽ 2 വിധത്തിൽ കൊടുക്കാം. ഈ പീസ് നെക്കിനുള്ള പീസുകൾ ഇതൊക്കെ നമുക്ക് 2 നൈറ്റി ബിറ്റ് എടുത്തതുകൊണ്ടാണ് ഇപ്പം ഇത്ര ലാവിഷായിട്ട് ചെയ്യാൻ പറ്റിയത്. ഫ്രില്ലൊക്കെ കൊടുത്തിട്ടില്ല. ഞാൻ ഒരു നൈറ്റി ബിറ്റ് ഉണ്ടാകെ സിമ്പിളായിട്ട് എയർലൈൻ ആയിട്ടുള്ള നൈറ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അതിനെ കുറച്ചൊക്കെ ജോയിൻ്റൊക്കെ കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ എത്ര തടിയുള്ള ആൾക്കും എടുക്കാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ കുറച്ച് സൈഡിലൊക്കെ ബാക്കി വന്നില്ലേ ബോഡി പാർട്ട് കട്ട് ചെയ്തപ്പോൾ. അപ്പോൾ ഇതിങ്ങനെ ഫ്രില്ല് ഒന്നിന് മേലെ ഒന്നായിട്ട് ഇങ്ങനെ നൈഫ് പ്ലേറ്റ് എന്ന് പറയും ഇതിന്, ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക കറക്റ്റ് ഫുള്ളായിട്ട്. ആ നമ്മൾ പ്ലേറ്റിന് വേണ്ടി കട്ട് ചെയ്ത് പീസസിനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ ഫ്രില്ലാക്കി എടുത്തതിന് ശേഷം ഇതിന് വീതി വേണേൽ കുറയ്ക്കാം കേട്ടോ. ഞാനിത് 3 ഇഞ്ച് വീതിയിലെടുത്ത് 2 സൈഡും മടക്കി അടിച്ചതാണ്. അത് 2.5 ഇഞ്ചിൽ വേണം ചെയ്യാം. ഇത് നന്നായിട്ട് അയൺ ചെയ്താൽ നല്ലോണം ഒതുങ്ങി നിൽക്കും. ഞാൻ അയൺ ചെയ്തിട്ടില്ല, അതാണ് ഇതിങ്ങനെ തെറിച്ച പോലെ നിൽക്കുന്നത്. താഴെ ഭാഗം പതിഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ, നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഫ്രില്ല് ഇഷ്ടമില്ലാത്തവർക്ക് വെക്കണം എന്നില്ല കേട്ടല്ലോ, വേറെ എന്താ ഡിസൈൻ ആക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ പിന്നെ വേറൊരു രീതി നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു മാത്രം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ലീവിനെ എന്താക്കി ജോയിൻ ചെയ്ത് കൊടുത്തു. സ്ലീവിൻ്റെ താഴെ ഭാഗത ഒരു 1/2 ഇഞ്ച് എലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. എങ്ങനെയാണ് നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് സ്ലീവിനുണ്ട് ചെറിയ ഫ്രില്ലുകൾ, ആ 3 ഇഞ്ച് മാത്രം കൊടുത്തതുകൊണ്ട് കുറച്ച് ഫ്രില്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ നമുക്കായി വന്നിട്ടുള്ളത് ഈ രൂപത്തിലാണ്. ഇനി ഇത് നമുക്ക് 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നൈറ്റിൻ്റെ ഇറക്കമായിട്ടുണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്ത ടോപ്പ് ലെങ്തി ആയിട്ടുള്ള ടോപ്പിൻ്റെ ലെങ്ത് ഇപ്പോൾ വന്നിട്ടുള്ളൂ 48 ഇഞ്ചല്ലേ നമ്മൾ എടുത്തതിൽ ഷോൾഡറിന് പോവുകയും ചെയ്ത്. എന്നിട്ട് 2 സൈഡും തയ്ച്ചതിന് ശേഷം അതിൽ രണ്ടാമത്തെ ഏതെങ്കിലും ഒരു സൈഡ് താഴെ വരെ തയ്ക്കേണ്ട ഒരു 4 ഇഞ്ച് 5 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് അവിടെ കൊടുക്കുക. പിന്നെ അവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്രില്ലിന് വേണ്ടി കട്ട് ചെയ്ത 3 പീസില്ലേ, ആ 3 പീസിനെയും ഓരോന്നായിട്ട് ജോയിൻ ചെയ്ത് നല്ല നീളത്തിൽ അങ്ങോട്ടേക്ക് ആക്കി വെക്കുക. ആക്കി വെച്ചതിന് ശേഷം ഇതാണ്ട നല്ല ഫുള്ളായിട്ട് 3 പീസും കൂടി ജോയിൻ ചെയ്ത് എന്നിട്ട് നമ്മളിതിനെ തയ്ക്കുക. എങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക, ചെറിയ ചെറിയ പ്ലേറ്റ്, നമ്മൾ പാവാടക്കൊക്കെ പ്ലേറ്റ് ഇടുന്നത് പോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. നൂല് വലിച്ചിട്ടുള്ള പ്ലീറ്റാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാനിപ്പോൾ ഇത് കോട്ടൺ ആയതുകൊണ്ട് നല്ല സുഖം, അങ്ങനെ കൈകൊണ്ട് മടക്കി ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലീറ്റ് അവിടെ നിന്നോളൂ. അങ്ങനെ ഒന്നൊന്നായിട്ട് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം. കംപ്ലീറ്റ് തയ്ച്ചെടുത്ത് കണ്ട ഇത് ഫുള്ള് തയ്ച്ചെടുത്തു. ഇത്ര അടുത്തടുത്ത് പ്ലീറ്റ് വേണ്ട എന്നുള്ളവർക്ക് ഗ്യാപ്പൊക്കെ കുറയ്ക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ പ്ലീറ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. നൂല് വലിച്ചിട്ടുള്ള പ്ലീറ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ
നല്ല വ്യത്യാസത്തിൽ 1-2 പ്ലീറ്റുകൾ ആക്കി 1 ഇഞ്ച് വ്യത്യാസമുള്ള ഒരു പ്ലീറ്റെങ്കിലും മതി. അപ്പം അത് ഫുള്ള് പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞില്ലേ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഈ ഒരു ഗ്യാപ്പാണ് ഒരു സൈഡിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നല്ല വശവും ഈ പ്ലീറ്റ് ഇട്ട പീസിൻ്റെ നല്ല വശവും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഫുള്ളായിട്ട് അപ്പം എന്താ ഒറ്റ സ്റ്റിച്ചിൽ ഫുൾ ഭാഗത്തും കിട്ടും. 2 സൈഡ്. പിന്നെ ചിലർക്ക് അതിനേക്കാളും സൗകര്യം ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും വേറെ വേറെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ ആക്കിയിട്ട് ലാസ്റ്റ് 2 സൈഡും ജോയിൻ ചെയ്യണേ ചെയ്യാട്ടോ. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ഭാഗം നമ്മളാ ഗ്യാപ്പ് കൊടുത്ത് അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ പണി തീർന്നു. താഴെ ഭാഗം മടക്കി അടിക്കാൻ കൂടിയേ ഉള്ളൂ. ഇതിങ്ങനെ താഴെ വരെ തയ്ച്ചിട്ട് താഴെ ഭാഗം നമ്മൾ ഇറക്കത്തിനനുസരിച്ച് മടക്കി അടിക്കുക. നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. ആ 1 ഇഞ്ചിൽ തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ ഫിനിഷിങ്ങിൽ ഇങ്ങനെയാണ് വരിക. അപ്പം മനസ്സിലായില്ല, നമുക്കിത് കാണുമ്പോൾ പിന്നെ മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങുമ്പം 150 രൂപ ആ ഒരു റേറ്റിലുള്ള 3.5 മീറ്റർ മതിയാവില്ല ഇത്രയും ഫ്രില്ല് കിട്ടാൻ. അപ്പം ഇങ്ങനെ 2 നൈറ്റി ബിറ്റാകുമ്പോൾ നമുക്ക് റേറ്റ് കുറഞ്ഞും കിട്ടി, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനും പറ്റി. നൈറ്റി ബിറ്റിന് അത്യാവശ്യം കട്ടി ഉണ്ടല്ലോ, അപ്പോൾ നിലിക്കുന്ന പോലുള്ള കട്ടി കുറഞ്ഞെന്നുള്ള ആവശ്യമൊന്നും വരില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിന്റിൽ 2 ഒരേപോലെ എടുത്താൽ മതി എന്നാണ്. ഇനിയിപ്പോൾ ഇതിൽ ഈ പ്രിന്റിലുള്ള ആ ഗ്രീൻ ഉണ്ടല്ലോ, ആ ഗ്രീനിൻ്റെ പീസ് വേറെ ഏതെങ്കിലുമൊക്കെ തയ്ച്ചതിൻ്റെ ഒക്കെ വേസ്റ്റ് പീസ് വെച്ചിട്ട് ബോർഡർ പോലെ ആക്കിയിട്ട് സ്ലീവിന് കൊടുക്കാം, നെക്കിൻ്റെ അവിടെ കൊടുക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഐഡിയാസിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. ഈ ഇങ്ങനത്തെ ഡ്രസ്സുകളുടെ മെഷർമെൻറ്റ് ഫ്രില്ല് നമുക്ക് എത്ര കൊടുക്കണം എന്നുള്ളതൊക്കെ പലരും ചോദിക്കാറുണ്ട് പേഴ്സണൽ വന്നിട്ടും. പിന്നെ എന്ത് ഡൗട്ടും നിങ്ങൾക്ക് ചോദിക്കാട്ടോ. എൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ ആദ്യത്തിലും അവസാനത്തിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യും. കുറേ ആളുകൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഫ്രില്ല് ഇങ്ങനെ ഒരു തെള്ളി പോലെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഇഷ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പതിഞ്ഞ് നിൽക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് ഇസ്തിരി ഇട്ട് കൊടുത്താൽ നന്നായിട്ട് പതിഞ്ഞ് നിൽക്കും. കണ്ട ഈ സ്ലീവ് ബലൂൺ സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് അങ്ങനെ വേണ്ടെങ്കിൽ ഒരു പട്ട പോലെ കൊടുത്തിട്ട് പ്ലീറ്റ് ഇട്ടിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാ സ്ലീവ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓരോരുത്തർ ഇഷ്ടത്തിന് വെച്ച് വെറൈറ്റിയിൽ ചെയ്ത് നോക്കുക. നൈറ്റി ആണെങ്കിലും വീട്ടിലിരുന്നത് ഒരു വെറൈറ്റി ആക്കി ചെയ്താൽ ഒരു ഭംഗിയാണല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.